ഗുജറാത്തിനും ഉത്തരാഖണ്ഡിനും പിന്നാലെ യൂണിഫോം സിവിൽ കോഡിനായി അസം സർക്കാർ UCC ബില്ല് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ഗോത്രവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിച്ച് UCC നടപ്പാക്കാനാണ് ശ്രമം. ഉത്തരാഖണ്ഡിൽ UCC സംബന്ധിച്ച 5 അംഗ സമിതി സർക്കാരിന് ഉടൻ റിപ്പോർട്ട് നൽകും. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകും. അസം കൂടി ഇപ്പോൾ UCC നടപ്പാക്കാൻ ഒരുങ്ങുന്നു. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും എന്നുള്ളതാണോ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ? നോബിൾ, നികേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ യൂണിഫോം സിവിൽ കോഡ് സംസ്ഥാനങ്ങളിൽ BJP ചർച്ചയാക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. നേരത്തെ ഗുജറാത്തിനും ഉത്തരാഖണ്ഡിനും പിന്നാലെ ഇപ്പോൾ അസാമും അത് നടപ്പാക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായും വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഗോത്രവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് UCC നടപ്പാക്കാനാണ് നീക്കം എന്ന് അറിയുന്നു. അതിന് മുന്നോടിയായി തന്നെ ഉത്തരാഖണ്ഡ് ഈ ബില്ല് പാസ്സാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഉത്തരാഖണ്ഡിൽ UCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച 5 അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ അവിടെ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കും എന്നാണ് പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഉത്തരാഖണ്ഡിൽ ഇത് പാസ്സാക്കുന്നതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നോക്കിക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അസാമിൽ നേരത്തെ നടപ്പാക്കാൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ എതിർപ്പ് ഉണ്ടായത് അസാമിലെ ഗോത്രവിഭാഗങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വലിയ രീതിയിൽ ഗോത്രവിഭാഗം ഉള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ചാടിപ്പിടിച്ചത് നടത്തി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് BJPക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിന് പിന്നാലെയാണ് അതിൽ ചെറുതായി ഒന്ന് വേഗത കുറച്ചത്. പക്ഷേ ഗോത്രവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ മറ്റു വെല്ലുവിളികൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ BJPക്ക് ഉണ്ട് സംസ്ഥാനത്ത്. എന്താണെങ്കിലും ഉത്തരാഖണ്ഡിൽ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഇത് പാസ്സാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് പിന്നാലെയായിരിക്കും ബാക്കി ഇത് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ അസാമിൽ ശക്തമാക്കുക. വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ വിഷയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഹിമന്ത ബിശ്വ ശർമ്മ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അറിയാം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ അത് ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ഒരു പ്രധാന വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത്. അതെന്താണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമാക്കി. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതോടൊപ്പം തന്നെയുള്ളൊരു വാഗ്ദാനം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്രയും വേഗം ചർച്ചയാക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്ക് ഉണ്ട്. എന്താണെങ്കിലും അസാമിൽ കൂടി യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. നികേഷ്, നോബിളാണ് വിശദാംശങ്ങൾ നൽകിയത്.